നമ്മുടെ മലയാള സിനിമയിൽ നിന്നും മലയാളത്തിലേക്ക് തന്നെ അറിഞ്ഞോ അറിയാതെയോ വീണ്ടും വീണ്ടും റീമേക്ക് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1995 വിജി തമ്പിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജഗദീഷിന്റെ കോമഡി സിനിമയായിരുന്നു സിംഹവാലൻ മേനോൻ. മധു, ഊർവശി, ജഗതി ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. നമ്മുടെ മധുസാർ അവതരിപ്പിക്കുന്ന പഴയകാല ആദർശങ്ങളുള്ള സിംഹവാലൻ മേനോൻ എന്ന കഥാപാത്രത്തെ പറ്റിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നതും പിന്നീട് ജഗദീഷിന്റെ കഥാപാത്രം മീശ വടിച്ചും മീശ വെച്ചും രണ്ടാളായി തെറ്റിദ്ധരിപ്പിക്കുന്നതുമൊക്കെയായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥ. എന്നാൽ ഇതേ കഥയുടെ പശ്ചാത്തലത്തിൽ സീൻ ബൈ സീൻ മറ്റൊരു സിനിമ വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. അത് പ്രിയദർശന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിൽ മുകേഷ് അവതരിപ്പിച്ച അതേ കഥാപാത്രത്തെയാണ് ജഗദീഷ് സിംഹവാലൻ മേനോൻ എന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ പ്രേം നസീർ സാർ അവതരിപ്പിച്ച ആദിത്യവർമ്മ എന്ന കഥാപാത്രത്തെയാണ് മറ്റൊരു പേരിൽ സിംഹവാലനിൽ നമ്മുടെ മധുസാർ ചെയ്തത്. ഈ രണ്ട് സിനിമകളും കഥാപരമായും ഏറെക്കുറെ സീൻ ബൈ സീനും ഒരേപോലെ തന്നെയായിരുന്നു. എന്നാൽ ഈ രണ്ട് സിനിമകളും എങ്ങനെ ഒരുപോലെയായി? 1979 പുറത്തിറങ്ങിയ ഗോൽമാൽ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നുമാണ് ഈ രണ്ട് സിനിമയും അടിച്ചു മാറ്റിയത്. മാത്രമല്ല ഈ സിനിമ 1981 തില്ലു മുല്ലു എന്ന പേരിൽ രജനികാന്ത് നായകനായി തമിഴിലും റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമയാണ് പ്രിയദർശൻ 1986 മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കാര്യം അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ വിജി തമ്പി 1995 വീണ്ടും ഈ ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തത്. 1994 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മിന്നാരം. മോഹൻലാൽ, ശോഭന, തിലകൻ, ലാലു ലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഒരു കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന നായികയും ആ കുട്ടി തന്റേതല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന നായകന്റെയും കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതേ സിനിമ മലയാളത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് റിലീസ് ആയിട്ടുണ്ട്. അതായത് 1972 ജെ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പ്രേം നസീറും ശാരദയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ അതേ കഥ തന്നെയാണ് മിന്നാരത്തിലുമുള്ളത്. മിന്നാരത്തിൽ മോഹൻലാലും ശോഭനയും അവതരിപ്പിച്ച കഥാപാത്രത്തെ ഈ സിനിമയിൽ പ്രേം നസീറും ശാരദയുമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ രണ്ട് സിനിമകളും അടിച്ചെടുത്തത് 1968 പുറത്തിറങ്ങിയ ബ്രഹ്മചാരി എന്ന തെലുങ്ക് ചിത്രത്തിൽ നിന്നുമാണ്. എന്നാൽ ആദ്യത്തെ രണ്ട് ബ്രഹ്മചാരികളും സീരിയസ് സിനിമയായിരുന്നെങ്കിൽ മിന്നാരം പ്രിയദർശൻ കോമഡി ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. GS വിജയന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ചരിത്രം. SN സ്വാമിയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. മമ്മൂട്ടി, റഹ്മാൻ, ശോഭന, ലിസി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. റഹ്മാൻ അവതരിപ്പിച്ച കൊല്ലപ്പെട്ട കഥാപാത്രം വർഷങ്ങൾ ശേഷം തിരിച്ചു വരികയും അത് അംഗീകരിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പറ്റാതെ വരികയും യാതൊരു ഗത്യന്തരമില്ലാതെ സത്യം തുറന്നു പറയുകയും താനാണ് കൊന്നതെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥ. എന്നാൽ ഇതേ തീമിൽ മലയാളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് രണ്ട് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. അതിലൊന്ന് 1980 പി ചന്ദ്രകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇതിലേ വന്നവർ എന്ന ചിത്രമാണ്. മധു, ഷീല, സുകുമാരൻ, MG സോമൻ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ ഷീല അവതരിപ്പിച്ച കഥാപാത്രത്തെയായിരുന്നു മറ്റൊരു ആംഗിളിൽ നിന്ന് മമ്മൂട്ടി ചെയ്തിരുന്നത്. മധു അവതരിപ്പിച്ച കഥാപാത്രത്തെയായിരുന്നു റഹ്മാൻ ചരിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതേ തീമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് മറ്റൊരു സിനിമയും മലയാളത്തിൽ റിലീസായിരുന്നു. 1969 ജെ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രഹസ്യം എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ പ്രേം നസീറും ഷീലയും ജയഭാരതിയും അടൂർ ബാസിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ രണ്ട് സിനിമകളിലും ഷീല പ്രധാന കഥാപാത്രമായി ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. എന്നാൽ ഈ മൂന്ന് സിനിമകളും അടിച്ചെടുത്തത് ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൽ നിന്നുമാണ്. 1958 പുറത്തിറങ്ങി മൈക്കിൾ ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത ചേസ് എ ക്രൂക്കഡ് ഷാഡോ എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ നിന്നാണ് ഈ മൂന്ന് സിനിമകളും പൊക്കിയത്. കഥയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ സിനിമയുടെ പേര് മാത്രം മാറ്റിക്കൊണ്ട് ചില സിനിമകൾ റീമേക്ക് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ജെ ശശികുമാറിന്റെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങിയ സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന ചിത്രം. മോഹൻലാൽ, ലാലു ലക്സ്, ജഗദീഷ് ശ്രീകുമാർ, സ്വപ്ന, മേനക, ജോസ് പ്രകാശ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമ ജെ ശശികുമാറിന്റെ തന്നെ സംവിധാനത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ 1965 പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു. സത്യൻ, മധു, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ,
കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു തൊമ്മന്റെ മക്കളിൽ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. 1989 എ ശ്രീകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു നാഗപഞ്ചമി. സുരേഷ് ഗോപി, ശോഭന, സായ് കുമാർ, ഇന്നസെന്റ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമ 1975 ജെ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. പ്രേം നസീർ, ലക്ഷ്മി, ഉണ്ണിമേരി, അടൂർ ബാസി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പിക്നിക് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ഈ സിനിമയിൽ പ്രേം നസീറും ലക്ഷ്മിയും അവതരിപ്പിച്ച കഥാപാത്രത്തെയായിരുന്നു നാഗപഞ്ചമിയിൽ സുരേഷ് ഗോപിയും ശോഭനയും അവതരിപ്പിച്ചത്. അമ്പാടി കൃഷ്ണന്റെ സംവിധാനത്തിൽ 2004 സസ്നേഹം സുമിത്ര എന്ന സിനിമ റിലീസാവുന്നത്. സുരേഷ് ഗോപി, സിദ്ദിഖ്, രഞ്ജിനി കൃഷ്ണൻ, ലാലു അലക്സ്, സായ് കുമാർ, ബിന്ദു പണിക്കർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഈ സുരേഷ് ഗോപി സിനിമയുടെ അതേ കഥയിൽ അതേ തീമിൽ വർഷങ്ങൾക്ക് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് 1969 മറ്റൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. അത് പി സുബ്രഹ്മണ്യന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. സത്യൻ, രാജശ്രീ, KV ശാന്തി, ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച ഉറങ്ങാത്ത സുന്ദരി എന്ന സിനിമയായിരുന്നു. എന്നാൽ ഈ രണ്ട് സിനിമകളും അടിച്ചെടുത്തത് 1940 പുറത്തിറങ്ങിയ റബേക്ക എന്ന ചിത്രത്തിൽ നിന്നുമാണ്. വിവാഹശേഷം ഒറ്റപ്പെട്ട് കിടക്കുന്ന വലിയ വീട്ടിലേക്ക് വരുന്ന നായികയും തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ തിരോധാനവും നിഗൂഢതയും ഒക്കെ നിറഞ്ഞതായിരുന്നു ഈ സിനിമയുടെയും കഥ. ഇതേ കഥാ പശ്ചാത്തലം തന്നെയായിരുന്നു ഉറങ്ങാത്ത സുന്ദരിയിലും സസ്നേഹം സുമിത്രയിലും ഉണ്ടായിരുന്നത്. കഥയിൽ ആവശ്യമായ ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്ന് മാത്രം. അതേ പേരിലും കഥയിലും വർഷങ്ങൾക്ക് ശേഷം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി റീമേക്ക് ചെയ്ത ചില സിനിമകളുണ്ട്. അതിലൊന്നാണ് ഭരതന്റെ സംവിധാനത്തിൽ 1978 പുറത്തിറങ്ങിയ രതി നിർവേദം. ജയഭാരതി, കൃഷ്ണചന്ദ്രൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ റീമേക്ക് ചെയ്യുന്നത് 2011 ഭാർഗവൻ നവീനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ആദ്യ സിനിമയിൽ ജയഭാരതിയും കൃഷ്ണേന്ദ്രനും അവതരിപ്പിച്ച വേഷം രണ്ടാമത് ശ്വേതാ മേനോനും ശ്രീജിത്ത് വിജയുമായിരുന്നു ചെയ്തിരുന്നത്. കെ സേതുമാധവന്റെ സംവിധാനത്തിൽ 1974 ചട്ടക്കാരി റിലീസാവുന്നത്. ലക്ഷ്മി, മോഹൻ ശർമ്മ, അടൂർ ബാസി, മീന, സുകുമാരി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. 2012 ഈ സിനിമ വീണ്ടും റീമേക്ക് ചെയ്യുന്നത്. സന്തോഷ് സേതുമാധവനായിരുന്നു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഷംന കാസിമും ഹേമന്ത് മേനോനുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ലക്ഷ്മിയും മോഹൻ ശർമ്മയും അവതരിപ്പിച്ച കഥാപാത്രത്തെയായിരുന്നു ഷംന കാസിമും ഹേമന്ത് മേനോനും ചെയ്തത്. 1979 യൂസഫ് അലി കേച്ചേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു നീലത്താമര. അംബിക, രവികുമാർ, ഭവാനി, സത്താർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമ 2009 ലാൽ ജോസ് ആണ് പിന്നീട് റീമേക്ക് ചെയ്യുന്നത്. അർച്ചന കവി, കൈലാഷ്, സമൃദ്ധ സുനിൽ, അമല പോൾ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ആദ്യ സിനിമയിൽ അംബിക അവതരിപ്പിച്ച കുഞ്ഞുമാളു എന്ന കഥാപാത്രത്തെ അർച്ചന കവിയും രവികുമാർ അവതരിപ്പിച്ച ഹരിദാസ് എന്ന കഥാപാത്രത്തെ കൈലേഷുമായിരുന്നു ചെയ്തിരുന്നത്. എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1964 ഭാർഗവി നിലയം റിലീസാവുന്നത്. മധു, പ്രേം നസീർ, വിജയ നിർമ്മല, PJ ആന്റണി, കുതിരവട്ടം പപ്പു, അടൂർ ബാസി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമ 2023 ആഷിഖ് അബു നീല വെളിച്ചം എന്ന പേരിൽ മലയാളത്തിലേക്ക് വീണ്ടും റീമേക്ക് ചെയ്യുന്നത്. ടൊവിനോ തോമസ്, റീമ കലിങ്കൽ, ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഒഫീഷ്യലായി റൈറ്റ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് റീമേക്ക് ചെയ്തത്. ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.